നമസ്കാരം. റിയൽ ന്യൂസ്. ഉള്ളിയേരി പഞ്ചായത്തിലെ ഒള്ളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഗാന്ധി ദർശൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ചോല പകൽ വീട് നിർമ്മാണത്തിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ഒള്ളൂർ മദ്രസ ഹാളിൽ ചേർന്ന രൂപീകരണ യോഗം പ്രവാസി വ്യവസായി NV മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യത്തിലെത്തിയവരുടെ ജീവിതത്തെ ആഹ്ലാദകരമാക്കാനും ആ വിഭാഗത്തിൽപ്പെട്ട് അവശത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറുകയെന്നതുമാണ് ചോല പകൽ വീടിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് അത്താണിയും സാന്ത്വനവുമായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉള്ളിയേരി പഞ്ചായത്തിലെ ഒള്ളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഗാന്ധി ദർശൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചോല പകൽ വീട് യാഥാർത്ഥ്യമാക്കുന്നത്. പകൽ വീടിന്റെ നിർമ്മാണത്തിനായാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഒള്ളൂർ മദ്രസ ഹാളിൽ ചേർന്ന രൂപീകരണ യോഗം പ്രവാസി വ്യവസായി NV മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായിട്ട് സഹായം ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വളരെ ഇന്നസൈൻഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ തിരിച്ച് വിജയിക്കാൻ പറ്റുള്ളൂ. അത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വ പൊതുപ്രവർത്തകർക്ക് കൊടുക്കുന്ന ഉപദേശം വെറും കൊടികെട്ടലും മുദ്രാവാക്യം വിളിക്കലല്ല, പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ വെള്ളം നിങ്ങൾ പറയുന്ന ഒരു കാര്യമില്ലേ, കോരുന്ന കിണറ്റിലെ ഊരുണ്ടാവുന്ന അത് പല ഉദാഹരണങ്ങൾ മനസ്സിലാക്കിയിട്ട് കേരളത്തിൽ തന്നെ ഒരു ഗൾഫ് വ്യവസായി നിങ്ങൾക്കറിയാം, ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് സ്വന്തം ഭാര്യയും മൂപ്പരും ഹെലികോപ്റ്റർ വീണു. ഹെലികോപ്റ്ററിൽ നിന്ന് വീണിട്ട് അദ്ദേഹത്തിനും ഒരു പരിക്കും പറ്റിയില്ല, ഭാര്യയ്ക്കൊന്നും പറ്റിയില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ധർമ്മം ചെയ്താൽ നിങ്ങൾ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. അതെല്ലാ മതത്തിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ രാഷ്ട്രീയ നേതൃത്വവും നാട്ടുകാരൊക്കെ എന്താക്കണം, വെറും രാഷ്ട്രീയ പ്രവർത്തനമല്ല, അതിൻ്റെ പിന്നിൽ നമ്മളെന്താക്കണം, ഈ പൊതുപ്രവർത്തനത്തിനുള്ള മെന്റാലിറ്റി, ആൾക്കാരെ സഹായിക്കാനും രോഗികളെ സഹായിക്കാനും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും എല്ലാവിധ സഹായത്തിന് മുൻപിട്ട് നിന്നാൽ മാത്രമേ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തോട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 2025 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ജേതാവ് പ്രമോദ് ദാസ് ഉള്ളൂരിനെ ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് C അജിത ഉപഹാരം നൽകി ആദരിച്ചു. ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ OE ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പകൽ വീടിന്റെ പ്രോജക്ട് റിപ്പോർട്ട് ട്രസ്റ്റ് ബോർഡ് വൈസ് ചെയർമാൻ CK മുഹമ്മദ് അലി അവതരിപ്പിച്ചു. TK കുഞ്ഞികൃഷ്ണൻ, എടാടത്ത് രാഘവൻ, 14ാം വാർഡ് മെമ്പർ TK ശിവൻ, 10ാം വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ നായർ പാടത്തിൽ, സോമൻ നമ്പ്യാർ, ട്രസ്റ്റ് ബോർഡ് സെക്രട്ടറി റഷീദ് മുത്തുകണ്ടി, പവിത്രൻ കൊയിലാണ്ടി, P അഹമ്മദ്, VM രാമചന്ദ്രൻ, സലീം കുനിയിൽ, VM ദേവദാസ്, TK അശോകൻ, ഗംഗാധരൻ കുറുപ്പച്ചൻ കണ്ടി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി NV മുഹമ്മദ് ബഷീർ ചെയർമാൻ, പവിത്രൻ കൊയിലാണ്ടി വർക്കിംഗ് ചെയർമാൻ, CK ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി, CK മുഹമ്മദ് അലി, P അഹമ്മദ് സെക്രട്ടറിമാർ, OA വേണു ട്രഷറർ, രാധാകൃഷ്ണൻ ഉള്ളൂർ മീഡിയ കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു.